കഴിഞ്ഞ വീഡിയോയുടെ കണ്ടിന്യൂഷനായിട്ടാണ് ഈ വീഡിയോ പറയുന്നത്. അതായത് നവ്യ വന്നിട്ട് തെളിയിക്കുകയാണ് നയന തെറ്റുകാരില്ല എന്നുള്ള കാര്യം. അതെങ്ങനെയാണെന്നുള്ളതൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടു നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും കേട്ടോ. അങ്ങനെ നവ്യ എന്നിട്ട് ആശ്വസിപ്പിക്കുന്നുണ്ട്. മോള് കരയാതെ, മോളൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, ആ ചെറുത്താനുകളല്ല തെറ്റും ചെയ്തത്, അതിവിടെയുള്ള എല്ലാവർക്കും മനസ്സിലായി. അങ്ങനെ ഒരു മെസ്സേജൊക്കെ കാണുമ്പം ആരാണ് തെറ്റിദ്ധരിക്കും, അത് ആദർശേട്ടനും ഇവിടെയുള്ള എല്ലാവരും ചെയ്തുള്ളൂ, നീ ഒന്നും ഓർത്ത് വിഷമിക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. എൻ്റെ ഭർത്താവ് പോലും എന്നെ അവിശ്വസിച്ചല്ലോ ചേച്ചി. ആദ്യത്തെ ദിവസം തന്നെ ഇത് കണ്ടപ്പോൾ ഇത് എന്താണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് എല്ലാം ക്ലിയർ ആയേനെ. പക്ഷെ അത് മനസ്സിൽ വെച്ചുകൊണ്ട് 2 ദിവസം സംശയിച്ചില്ലേ, എന്നിട്ട് എൻ്റെ പുറകെ ഇറങ്ങി വന്ന് അവനെ വിളിച്ചുകൊണ്ട് വന്നില്ലേ, എങ്കിൽ എന്നോട് എന്താ ഒരു കാര്യം നിങ്ങൾ ആവശ്യം ചോദിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കരയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നവി പറയുന്നുണ്ട്, നീ കരയണ്ട, നീ ഇങ്ങ് വാന്നും പറഞ്ഞിട്ട് നയനെ വിളിച്ചുകൊണ്ട് നയൻ്റെ മുറിയിലേക്ക് ചെല്ലുന്നുണ്ട്. നവി പറയുന്നുണ്ട്, അത് ആർക്കാണെങ്കിലും സംഭവിച്ചു പോകാമെന്നൊരു തെറ്റല്ല നയന. ഇപ്പോൾ നീയാണ് ആദർശൻ്റെ ഫോണിൽ അങ്ങനെ കണ്ടതെന്ന് വെച്ചാൽ നീയാണ് തെറ്റിദ്ധരിക്കില്ലേ, അതുപോലെ തന്നെയല്ലേ ഉള്ളൂ. അതുപോലെ തന്നെ അബി എൻ്റെ മുറിയിൽ ക്യാമറ വെച്ചത് അന്ന് നിർമ്മലിൻ്റെ കേസോട് ബന്ധപ്പെട്ടൊക്കെയാണെന്ന് തോന്നുന്നു. എങ്കിലും എനിക്ക് കിട്ടില്ല, ഭർത്താവിനല്ലോ നിനക്ക് കിട്ടിയത്. എൻ്റെ മുറിയിൽ വരെ ക്യാമറ വെക്കുന്ന വൃത്തിയായിട്ട് ഒരുത്തൻ അവന് ചെയ്ത് വെച്ച പരിപാടികളൊക്കെ നീ കണ്ടതല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് ആദർശേട്ടൻ പാവ, ആദർശേട്ടൻ അവസരങ്ങൾ മുതലാക്കി ജീവിക്കുന്ന ഒരാളൊന്നും അല്ല. എല്ലാ അവസ്ഥയും മനസ്സിലാക്കുന്ന ഒരാൾ തന്നെയാണ്. പക്ഷേങ്കിൽ പെട്ടെന്നൊന്ന് മനസ്സൊന്ന് ചാഞ്ചാട്ടമായിപ്പോയി. അതുകൊണ്ട് തന്നെ നിനക്കൊരു കാര്യം വിശ്വസിക്കാമല്ലോ, നിന്റെ ആദർശേട്ടൻ നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, അതുകൊണ്ടാണല്ലോ ഇങ്ങനൊരു ജലസി അയാളുടെ മനസ്സിലുണ്ടായത് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നയനെ കരഞ്ഞുകൊണ്ട് കട്ടിലിരിക്കുകയാണ്. ഈ സമയത്ത് അങ്ങോട്ടേക്ക് ആദർശ് കയറി വരുന്നത് നവ്യ കാണുന്നുണ്ട്. അപ്പോഴേക്ക് നവ്യ പതിയെ ഇറങ്ങിപ്പോവാണ്. ആദർശേട്ട അവൾ വല്ലാത്തൊരു സങ്കടത്തിലാണ്, അവളുടെ സങ്കടം ഒന്ന് മാറ്റിയെടുക്കാൻ ആദർശേട്ടൻ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആ കഥക് പതിയെ ചാരിയിട്ട് നവ്യ ഇറങ്ങിപ്പോകുന്നുണ്ട്. ഇപ്പോഴേക്കും ആദർശ് നയയുടെ അടുത്ത് വന്നിട്ട് പറയാണ്, ഒന്ന് ക്ഷമ ചോദിക്കാൻ പോലും എനിക്ക് അർഹതയില്ലെന്ന് എനിക്കറിയാം. നിന്നോട് ആദ്യം ചോദിച്ചെല്ലാം ക്ലിയർ ആക്കേണ്ടതായിരുന്നു. ഈ 2 ദിവസം മനസ്സിലിട്ട് ഞാൻ നിന്നെ സംശയിച്ചു, സംശയത്തിൻ്റെ കൊടുമുടിയിൽ വരെ എത്തി. അയാൾ ഇന്ന് രാത്രിയിൽ വരുമെന്നുള്ള കാര്യം മെസ്സേജിൽ കണ്ടതാ. ശരിക്കും ആ മെസ്സേജ് വാട്സപ്പിൽ ഹൈഡായി കിടക്കായിരുന്നു. ഞാൻ കരുതിയത് ഞാൻ ഓഫീസിലേക്ക് പോയതിന് ശേഷം നീ അത് ഓണാക്കുകയാണെന്നാണ് കരുതിയത്. കാരണം ഇവിടുന്ന് അങ്ങോട്ടേക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും ജലജാപ്പച്ചി അത് ചെയ്തതൊക്കെ. പക്ഷേങ്കിൽ ഞാൻ കരുതിയത് നീയാണെന്നാണ് കരുതിയതുകൊണ്ട് ക്ഷമിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. നയനെ പറയാണ്, ഒരു തവണയെങ്കിലും ആദർശനോട് ചോദിച്ചിട്ടായിരുന്നോ, എൻ്റെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ അതുപോലെ ഇടനെഞ്ചിലാണ് വച്ചിരിക്കുന്നത്, അതുപോലെ ഉയർന്നൊരു സ്ഥാനം ആദർശന് തന്നിരിക്കുന്നത്. പക്ഷേ ഇങ്ങനെയൊന്നും ഞാൻ കരുതിയില്ല ആദർശേട്ടാ എന്നൊക്കെ പറഞ്ഞ് നയന പൊട്ടിക്കരയുന്നുണ്ട്. പ്ലീസ് നയന കരയരുതേ, ഞാൻ അറിയാതെ ചെയ്തു പോയതാ, സത്യമായിട്ടും എന്നോട് ക്ഷമിക്കണം. അങ്ങനെ ഒരു അവസ്ഥയിൽ കണ്ടാൽ ആരാണെങ്കിലും സംശയിക്കില്ലേ, അതാ ഞാനും ചെയ്തത്, എന്നോട് ക്ഷമിക്കുക എന്നൊക്കെ പറഞ്ഞ് ആദർശ് പറയുന്നുണ്ട്. എന്നിട്ട് ആദർശ് മുട്ടുകുത്തി നയനയുടെ കാൽക്കൽ ഇരുന്നിട്ട് ക്ഷമിക്കണം നയന എന്ന് പറഞ്ഞിട്ട് മാപ്പ് ചോദിക്കുമ്പോഴേക്കും നയന പെട്ടെന്ന് ചാടി എഴുന്നേക്കാണ്. എന്താ ആദർശേട്ടാ ഇത്, ആദർശൻ്റെ എഴുന്നേക്കെന്ന് പറയുന്നുണ്ട്. ഇല്ല നയന, നിന്റെ മാനത്തിന് തന്നെ ഞാൻ ഇപ്പോൾ വില പറഞ്ഞത്, നിന്റെ അഭിമാനത്തെ ഞാൻ ചോദ്യം ചെയ്തു. ഒരു സ്ത്രീയായ നിനക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ലെന്ന് എനിക്കറിയാം. എങ്കിലും നീ എല്ലാം സഹിച്ച് ക്ഷമിച്ച് നിൽക്കുന്നത് എന്തിനാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നീ എന്നോട് ക്ഷമിച്ചു എന്ന് പറയാതെ ഞാനിവിടെ എഴുന്നേൽക്കില്ല എന്ന് പറയുന്നുണ്ട്. ശരി ആദർശേട്ടാ, എനിക്ക് ഒരു കുഴപ്പമില്ല, ഞാൻ ക്ഷമിച്ചു, എഴുന്നേക്കെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആദർശ് എഴുന്നേക്കാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നയന സോറി, എന്നോട് ക്ഷമിക്കണം, ഞാൻ ഒരിക്കലും അങ്ങനെയൊന്നും ചിന്തിക്കാൻ പോലും പാടില്ലായിരുന്നു. നീ നല്ലവളാണെന്ന് എനിക്ക് അറിയാമായിരുന്നു, എങ്കിലും ഒരു നിമിഷം ഞാൻ അറിയാതെ തെറ്റിദ്ധരിച്ച് പോയതാണെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും നയനെ പറയാണ്, നവ്യേച്ചി ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോഴും എല്ലാവരും എന്നെ തെറ്റിദ്ധരിച്ചേനെ, വെളുക്കുന്നതിന് മുമ്പേ എന്നെ ഇവിടുന്ന് അടിച്ച് പുറത്താക്കുകയും ചെയ്തേനെ. പക്ഷേ എന്നെ നവ്യേച്ചി ഇപ്പോൾ വന്നതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നതും ആദർശൻ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ആദർശ് ചോദിക്കുകയാണ്, അവൻ എന്തൊരു വൃത്തിയായിട്ടാണ് സ്വന്തം ഭാര്യയുടെ മുറിയിൽ ആ ക്യാമറ വെച്ചിരിക്കുന്നത്. അപ്പോൾ നയനെ പറയാണ്, അതെന്തായാലും ഉപകാരമായി, എൻ്റെ നിരപരാധിത്വം എനിക്ക് തെളിയിക്കാൻ പറ്റില്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ശരി, ഒരു ഉറക്കളഞ്ഞല്ലേ, നീ ഡ്രോയിങ് വരയ്ക്കാൻ പുറത്തേക്ക് എങ്ങും പോകണ്ട, അകത്ത് തന്നെ ഇരുന്നാൽ മതി. ഇതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ നിൻ്റെ പുറകെ ഉണ്ടാവും. അവനൊക്കെ നിന്നെ പുറത്താക്കാൻ ശ്രമിക്കുക, അതുകൊണ്ട് നീ പുറത്തേക്കൊന്നും പോയിരുന്ന് വരയ്ക്കൊന്നും വേണ്ട, അകത്ത് തന്നെ ഇരുന്നാൽ മതി, സേഫായിട്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആദർശ് കട്ടിലിൽ കിടന്നിട്ട്, നയനയും കട്ടിലാണല്ലോ കിടക്കുന്നത്. അപ്പോഴേക്കും നയന അവളുടെ പഴയ പായെടുത്ത് താഴെ കിടക്കുകയാണെന്ന് അപ്പോഴേക്കും ആദർശ് ചോദിക്കുകയാണ്, എന്താ നയന ഇത്, കട്ടിലേ കയറി കിടക്കുമെന്ന് പറയുമ്പോൾ, വേണ്ട ആദർശേട്ടാ, ഇനി എനിക്കിവിടെ കിടക്കാനുള്ള യോഗ്യതയില്ല, ഞാൻ തറയിൽ കിടന്നോളാന്ന് പറയുന്നുണ്ട്. നീയല്ലേ നയന എന്നോട് ക്ഷമിച്ചു എന്ന് പറഞ്ഞത്, എന്നിട്ട് ഇങ്ങനെ ചെയ്യുന്നത് എവിടുത്തെ മര്യാദ എന്ന് ചോദിക്കും.
ചോദിക്കുന്നുണ്ട്. സോറി ആദർശേട്ടാ, എനിക്കിതിനെ സാധിക്കുള്ളൂ. ഇനി എനിക്ക് ആദർശൻ്റെ കൂടെ അവിടെ കിടക്കാൻ സാധിക്കില്ല. കാരണം 2 ദിവസം എന്നെ ഒരു വൃത്തിയായിട്ട പെണ്ണായിട്ട് ആദർശം കണ്ടതാ. അതുകൊണ്ട് എനിക്കിനി അങ്ങോട്ടേക്ക് വന്ന് കിടക്കാൻ സാധിക്കില്ല. എൻ്റെ സ്ഥലം ഇവിടെയാ, ഞാൻ ഇവിടെ കിടന്നോളാം. അല്ല ആദർശം നിർബന്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ സ്റ്റോർ റൂമിൽ ഇറങ്ങി പോകുമെന്ന് പറയുന്നുണ്ട്. നയന പ്ലീസ്, എങ്കിലും ഞാനും നിൻ്റെ അടുത്തേക്ക് ഒന്ന് കിടക്കാമെന്ന് പറയുമ്പോഴേക്കും വേണ്ട ആദർശേട്ടാ, ആദർശേട്ടൻ്റെ വീടായത്, ആദർശേട്ടൻ കിടക്കേണ്ടത് അവിടെ തന്നെയാണ്. ഞാൻ ഇവിടെ വലിഞ്ഞു കയറി വന്ന ഒരാൾ, അതുകൊണ്ട് ഞാൻ ഇവിടെ കിടക്കുന്നതിൽ അർത്ഥമുള്ളൂ എന്നൊക്കെ നയനയും പറയാണ് കേട്ടോ. ആദർശ് പറയാണ്, ഞാൻ സോറി പറഞ്ഞതല്ലേ, ഇനി നിൻ്റെ കാല് വിളിക്കണം ചോദിക്കുമ്പോൾ ദയവ് ചെയ്ത് ആദർശേട്ടാ അതിനെക്കുറിച്ച് തന്നെ സംസാരിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ തലവഴിങ്ങനെ പുതപ്പൊക്കിട്ട് മൂടിക്കിടന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ആദർശിന് വല്ലാത്ത സങ്കടമാകുന്നുണ്ട്. ആദർശ് ഓർക്കാണ്, ശരിയാ, ഈ 2 ദിവസം ഞാൻ ഇവിടെ ഇങ്ങനെ ഇത്രയും തെറ്റിദ്ധരിച്ചിട്ട് വെറുതെ പോയിന്ന് കാക്കയുടെ മാപ്പ് പറഞ്ഞാൽ ഏതൊരു പെണ്ണുങ്ങളെ ക്ഷമിക്കുമോ? പിന്നെ ഞാനങ്ങനെ ഇരിക്കുന്നതിനിട്ടാ അവൾ ക്ഷമിച്ചു എന്ന് പറഞ്ഞ് എന്നെ എഴുന്നേൽപ്പിച്ചത്. ഇവളെ ചെയ്യുന്നതിലും കാര്യമുണ്ട്. എന്തായാലും 2 ദിവസത്തേക്ക് അവളൊന്ന് തണുക്കട്ടെ, അതിനുശേഷം എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവളുടെ മനസ്സ് മാറ്റിയെടുക്കണം എന്നൊക്കെ ആദർശാലേക്കാണ്. എങ്ങനെയെങ്കിലും ഒരു ഔട്ടിങ്ങിന് പോകണം നയനയും കൂട്ടിയിട്ട് എന്നൊക്കെ നയന ആലോചിക്കുകയാണ്. ഈ സമയത്ത് നവ്യ ഹാളിലേക്ക് വീണ്ടും ഇറങ്ങി ചെല്ലുന്നുണ്ട്. മുത്തശ്ശി പറയാണ്, മോളുള്ളത് കൊണ്ടാണ് ഇപ്പം നയനയുടെ നിരപരാധിത്വം, നയനയുടെ വിശുദ്ധിയും എല്ലാവരും തിരിച്ചറിഞ്ഞത്. അല്ലെങ്കിൽ ഇപ്പോഴും എല്ലാവരും അത് മറച്ചു വെച്ചിരുന്നെന്ന് പറയാണ്. അപ്പോഴേക്കും മുത്തശ്ശനോടും ബാക്കിയുള്ളവരോടും നവ്യ ഒരു കാര്യം പറയാണ്, അന്ന് നിർമ്മലിൻ്റെ കേസിൽ എനിക്ക് അബിയെ നല്ല സംശയം ഉണ്ടായിരുന്നു മുത്തശ്ശ, അതൊക്കെ സത്യമാണെന്ന് പറഞ്ഞിട്ട് ബാക്കി വീഡിയോസ് ഇട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ടി വിയിൽ നിർമ്മലിൻ്റെ കാര്യമൊക്കെ ഇങ്ങനെ ജലജയുമായിട്ട് അബി സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട്. അവളെ എങ്ങനെയും കൊടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അതെല്ലാം ഇവിടെ കാണുകയാണ്. അപ്പോഴേക്കും മുത്തശ്ശനും ഓർക്കാണ്, ഇത്രയ്ക്ക് വൃത്തികെട്ടവനായിരുന്നു അവന് സ്വന്തം ഭാര്യയ്ക്ക് ഒരു അവിഹിതം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നവൻ എന്തൊരു വൃത്തികെട്ടവനവന്, ഇവൻ ഇതൊക്കെ അറിയത്തുള്ളൂ, ഇത്ര ചീപ്പായിട്ടുള്ള നമ്പേഴ്സ് മാത്രമേ ഇവൻ അറിയത്തുള്ളൂ എന്നൊക്കെ ചോദിച്ചിട്ട് മുത്തശ്ശനും ചോദിക്കുന്നുണ്ട്. മുത്തശ്ശി പറയാണ്, ഇനി ഒരിക്കലും എന്തൊക്കെ കാണിച്ചു എന്ന് പറഞ്ഞാലും 2 എണ്ണത്തിനകത്ത് കയറ്റി പോകരുതെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ആണെന്ന് ജാനകി പറയുന്നുണ്ട്, 2 പേരും വാതിൽക്ക് തന്നെ നിൽപ്പുണ്ട്, എങ്ങും പോയിട്ടില്ല എന്ന് പറയാണ്. മുത്തശ്ശൻ പറയുന്നുണ്ട്, അവിടെ തന്നെ നിൽക്കട്ടെ, ആരും ഡോറ് തുറക്കുകയോ അവരെ അകത്തേക്ക് വിളിക്കുകയോ കയറ്റുകയോ ചെയ്യരുത്. 2 ദിവസമല്ല 5 ദിവസം 10 ദിവസം നിന്നാലും ഞാൻ ഇവിടെ വിളിച്ച് കയറ്റാൻ പോകുന്നില്ല. മറ്റാരും അതിന് ശ്രമിക്കുകയും വേണ്ട. അവരിനി പുറത്തായിരിക്കും, പോഞ്ഞ ഉള്ളി പുറത്ത് എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും മുത്തശ്ശി പറയാണ്, എങ്ങനെയുണ്ട് മോളെ, നയനമോൾ ഇപ്പോൾ ആശ്വസിച്ചോ എന്ന് ചോദിക്കുമ്പം ഞാനവിടെ കുറേ ആശ്വസിപ്പിച്ചിട്ടാണ് വന്നത്. അപ്പോഴേക്കും ആദർശേട്ടൻ വന്നു. ആദർശേട്ടനെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് ഞാനിങ്ങനെ പോകുന്നെന്ന് പറയുമ്പം അതാ നല്ല കാര്യം. ആദർശ് പറയുമ്പം നയനയുടെ മനസ്സിനൊരു സമാധാനം ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. നവി പറയാണ്, അത്രയും പെട്ടെന്ന് നയന സമാധാനപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവൾ ഭയങ്കര സ്ട്രിക്റ്റാണ്. അങ്ങനെ അവളെ ആരും എന്തെങ്കിലും പറഞ്ഞാൽ അവൾ വെറുതെ എടുത്തൊന്നുമില്ല. ഇപ്പോൾ ഈ കാര്യമൊക്കെ അറിഞ്ഞിട്ട് അവൾ ആകെപ്പാടെ വിഷമത്തിലാണ്. ഇനി ചിലപ്പം ആദർശേട്ടൻ പറയുമ്പോൾ ചിലപ്പോൾ മാറായിരിക്കും എന്നൊക്കെ നവ്യ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 1 മുതൽ ഇത് ഏകദേശം ഒരു 7ാമത്തെ എപ്പിസോഡ് എത്തിയിട്ടുണ്ട്. ഇതുവരേക്കുള്ള എല്ലാ സ്റ്റോറീസും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, മിസ്സാവാതിരിക്കാനായിട്ട്. നിങ്ങൾ അതൊക്കെ ഒന്ന് മിസ്സാവാതിരിക്കാൻ നമ്മുടെ വീഡിയോസൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതിയാവും. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും വീഡിയോസ് ലൈക്ക് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.